രീതിയിലുള്ള അവതരണമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് കണ്ട പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. മാതാപിതാക്കളുടെ അശ്രദ്ധ പലപ്പോഴും കുട്ടികളെ ലഹരിയിലേക്കും മറ്റ് തിന്മകളിലേക്കും നയിക്കുന്നു എന്നതാണ് പ്രമേയം. ചിത്രം വിദ്യാലയങ്ങളിലും പൊതുവേദികളിലും സൗജന്യമായി പ്രദർശിപ്പിക്കുമെന്ന് ദേവസൂര്യ കലാവേദി പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം അറിയിച്ചു. മാത്യൂസ് പാവറട്ടി, ക്രിസ്റ്റീന ജോസ്, എൻസോ ക്രിസ് ഫ്രാങ്ക്ലിൻ എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങൾ. തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ ലോക പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി നടത്തിയ ചടങ്ങിൽ മന്ത്രി പി.കെ. പ്രസാദ് ഭാരതാംബയുടെ ചിത്രത്തെ അവഹേളിച്ചുവെന്നും അത് കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദികളെയും മതമൗലികവാദികളെയും പ്രീണിപ്പിക്കാനാണ് എന്നും ബി.ജെ.പി. ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി.കെ. ബിനോയ് പറയുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ട് മതമൗലികവാദികളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയുള്ള പ്രീണന നയത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നടപടിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജ്യത്തുള്ള 140 കോടിയോളം വരുന്ന ജനങ്ങൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയായിട്ടുള്ള ഭാരതാംബ അതിനെ ചോദ്യം ചെയ്യുവാൻ തുനിഞ്ഞാൽ ബഹുമാനപ്പെട്ട മന്ത്രിയോട് എല്ലാ ബഹുമാനവും നിലനിർത്തി തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു. കനത്ത വിലാജ്ഞ നൽകേണ്ടി വരുമെന്നുള്ളതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ കേരളത്തിന്റെ കാർഷിക മേഖലയിൽ അനവധി പ്രശ്നങ്ങളുണ്ട്. താങ്കൾ അതിൽ പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. മെട്രോ യാത്രക്കാരായ വിദ്യാർത്ഥികൾക്കായുള്ള വിദ്യാഭ്യാസ മെട്രോ റെയിൽ നിർത്തലാക്കി. പദ്ധതി ഫെബ്രുവരിയോടെ നിർത്തലാക്കിയെങ്കിലും അധ്യയന വർഷം ആരംഭിച്ചതിന് പിന്നാലെയാണ് പാസ് പുതുക്കാനാവില്ല എന്ന